ദോശ നമുക്കൊന്ന് മറിച്ചിടാം. നമസ്കാരം ഫ്രണ്ട്സ്, ഇന്ത്യൻ ഫെലോ ട്രാവലറിന്റെ അമ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്? സ്വാദിഷ്ടമായ ഉഴുന്ന് ദോശ. നമ്മളെപ്പോഴും ഉഴുന്ന് ദോശയല്ലേ കഴിക്കാറ്, പക്ഷെ ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. എന്താണ്? കറുത്ത ഉഴുന്നിന്റെ തൊലി കൊണ്ടുണ്ടാക്കിയ ദോശ. കറുത്ത ഉഴുന്നിന്റെ തൊലി കൊണ്ടുണ്ടാക്കിയ ദോശ. അതായത് നമ്മളെ കറുത്ത ഉഴുന്ന് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. അപ്പോൾ ഇതിന്റെ തൊലി കൊണ്ടുണ്ടാക്കിയ ദോശ. അപ്പൊ ഇതെങ്ങനെ തൊലി എടുക്കണതിന്റെ? രാവിലെ കുതിർക്കാനിടും നമ്മള്. അതായത് നമ്മൾ രാവിലെ ദോശ അരയ്ക്കാനിടണ, ദോശക്ക് അരി ഇടണ പോലെ ഉഴുന്നിടും. അത് ഉഴുന്നും അരിയും കൂടി നമ്മൾ നേരത്തെ തന്നെ ഇടും. എന്നിട്ട് അരക്കണ സമയമാകുമ്പോഴത്തേക്കും വൈകിട്ട് അരക്കണ സമയമാകുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് തിരുമ്മി കൈ കൊണ്ട് നമ്മൾ തിരുമ്മി എടുക്കണം. കുതിർക്കാനിട്ട ഉഴുന്ന് നമ്മൾ തിരുമ്മി എടുക്കുമ്പോൾ ഒരു 5-6 പ്രാവശ്യം തിരുമ്മി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തൊലി കിട്ടും. അത് നമ്മൾ കഴുകി എടുത്ത് വെക്കണം. എന്നിട്ട് ആ ഉഴുന്ന് വെച്ചാണ് നമ്മൾ മാവ് അരക്കുന്നത്. തൊലി എടുത്തതിന് ശേഷം ആ ഉഴുന്ന് എടുത്തിട്ട് നമ്മൾ മാവ് അരച്ച് വെക്കും. അരിയും ഉഴുന്നും കൂടി അരച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ടുണ്ടാക്കുന്ന ദോശയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ അതിന്റെ കൂടെ ടച്ച് ചെയ്ത് കഴിക്കാനുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. എന്താണത്? ദോശപ്പൊടി അല്ലെ? അഭിരാമിയിലും വൃന്ദാവനിലൊക്കെ പോയാൽ കിട്ടും അല്ലെ ദോശപ്പൊടി. അതേപോലെ നമ്മൾ വീട്ടില് നമ്മുടെ സ്റ്റൈലിൽ, കൊങ്കണി സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ദോശപ്പൊടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അല്ലെ? അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് പരിചയപ്പെടുത്താം. കറുത്ത ഉഴുന്നിന്റെ തൊണ്ട് കൊണ്ടുണ്ടാക്കുന്ന ദോശയുടെ ഇൻഗ്രീഡിയൻസ് ആണ് ഇത് പരിചയപ്പെടുത്തുന്നത്. കുതിർക്കാൻ വെച്ചതിന് ശേഷം തിരുമ്മി മാറ്റി വെച്ച ഉഴുന്ന് തൊണ്ടാണിത്. അരിയും ഉഴുന്നും കൂടി അരച്ചു വെച്ച മാവാണിത്. ഉപ്പ്, കുരുമുളക് പൊടി, ഇത്രയുമാണ് ദോശയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ്. ദോശപ്പൊടിക്കുള്ള ഇൻഗ്രീഡിയൻസ് കടലപ്പരിപ്പ്, ഉണക്കമുളക്, ഉഴുന്ന്, ഉപ്പ്, കായപ്പൊടി, ഇത്രയുമാണ് ദോശപ്പൊടിക്കുള്ള ഇൻഗ്രീഡിയൻസ്. ദോശക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പരിചയപ്പെടുത്തിയത്. നമ്മൾ തൊണ്ട് നേരത്തെ തന്നെ തിരുമ്പി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അത് നമ്മൾ രാവിലെ കുതിർക്കാൻ വെച്ചതിന് ശേഷം വൈകിട്ടാണ് നമ്മൾ കൈകൊണ്ട് തിരുമ്പി എടുത്ത് മാറ്റി വെച്ചാണ് തൊണ്ട്. അതേപോലെ ദോശപ്പൊടിയുടെ ഇൻഗ്രീഡിയൻസ് ആണ് പരിചയപ്പെടുത്തിയത്. ഇനി നമുക്ക് നേരെ അടുപ്പ് കത്തിച്ച് ചീനച്ചട്ടി വെച്ചിട്ട് നമുക്കിതെല്ലാം വറുത്തെടുക്കാനുണ്ട്. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ദോശപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതിനെ നമുക്ക് ആദ്യം ഗ്യാസ് കത്തിയതിന് ശേഷം ചീനച്ചട്ടി എടുത്തിട്ട് നമുക്ക് ഗ്യാസിൽ വെക്കണം. അതിനുശേഷം നമ്മുടെ ചീനച്ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് അതിനകത്തോട്ട് ഉഴുന്നിടാം. അതിനുശേഷം കടലപ്പരിപ്പും പിന്നെ ഉണക്കമുളക് എത്ര എടുത്തേക്കണത്? 6 ഉണക്കമുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ശേഷം എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് വറുത്തെടുത്ത കടലപ്പരിപ്പും ഉഴുന്നും മുളകും നല്ലോണം തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് കുറച്ച് നേരം തണുക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഇനി ഇതെടുത്ത് മിക്സിയിലിട്ട് നമുക്ക് നല്ലോണം ഇത് പൊടിച്ചെടുക്കണം. ആദ്യം നമ്മൾ മുളകിട്ടു. അതിന് ശേഷം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ജാറിലോട്ട് അങ്ങോട്ട് ഇട്ടു. ഉപ്പും അതിനകത്തോട്ട് ആഡ് ചെയ്യുക. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് കായം കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മിക്സിയിലിട്ട് നല്ലോണം പൊടിച്ചെടുക്കണം. ദോശപ്പൊടി റെഡി ആയിട്ടോ. നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് ഇത് പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വെക്കാം. നമുക്ക് ദോശ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉഴുന്നിൻ്റെ തൊണ്ടെടുത്ത് നമുക്ക് മാവിലോട്ട് ഇട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം കുരുമുളക് പൊടി അതിനകത്തോട്ട് ആഡ് ചെയ്യാം. കുരുമുളക് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നല്ലോണം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മാവ് റെഡിയായി. ഇനി നമുക്ക് നേരെ ദോശച്ചട്ടി വെച്ചിട്ട് നമുക്ക് ദോശ എടുക്കാം. നമ്മുടെ ചട്ടി ചൂടായി. ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് എണ്ണ നല്ലോണം തേച്ചെടുത്തതിന് ശേഷം നമുക്ക് മാവ് എടുത്ത് ദോശച്ചട്ടിയിലിട്ടതിന് ശേഷം നല്ലോണം ഒന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ പൊക്കത്തോട്ട് കുറച്ച്, ഒരു സ്പൂണല്ല, ഒരു പകുതി സ്പൂൺ എണ്ണ അതിൻ്റെ പൊക്കത്തോട്ട് ഒഴിച്ച് ഇനി അടുപ്പെടുത്തിട്ട് അതിൻ്റെ പൊക്കത്തോട്ട് വെച്ചു. ഇനി 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മറിച്ചിടണം. നമ്മുടെ ദോശ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നും മറിച്ചിടണം. ദോശയുടെ കളർ കണ്ടില്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കാണുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മറിച്ചും തിരിച്ചിട്ടോ ദോശ ഏകദേശം നല്ലോണം ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതില്ലേ ദോശയുടെ കളർ ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. നല്ല രസമുണ്ട് കാണാൻ, നല്ല സുഗന്ധമാണ് വന്നത്.
ദോശ നമുക്കൊന്ന് മറിച്ചിടാം. നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ദോശ റെഡിയായി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ചട്ടിനിപ്പൊടിയും ദോശപ്പൊടിയുടെ പൊക്കത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ മിക്സ് ചെയ്തെടുക്കാനായിട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ഇട്ടു കേട്ടോ. നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ദോശയുടെ കൂടെ കഴിക്കാനുള്ള ചട്നിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഈ ദോശയും കൂട്ടി നമുക്കൊന്ന് കഴിക്കാം. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഫാസ്റ്റായിട്ട് നമ്മുടെ കഴിഞ്ഞിട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ 2 റെസിപ്പീസാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത്. ഉഴുന്നിൻ്റെ തൊണ്ട് കൊണ്ടുണ്ടാക്കിയ ദോശയും പിന്നെ ദോശപ്പൊടിയാണ് അല്ലേ. നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്തു കേട്ടോ. പക്ഷേ ഉഴുന്ന് അല്ലേ രാവിലെ കുതിർക്കാനിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് ഒരു 5-6 പ്രാവശ്യം തിരുമ്മിയാണ് തൊണ്ടെടുക്കാൻ അല്ലേ. അപ്പോൾ ഇത് രാവിലെ കുതിർക്കാൻ വെച്ചെങ്കിലും വൈകിട്ടാണ് നമുക്ക് ഇതിൻ്റെ തൊണ്ടെടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് കുതിർത്തതിന് ശേഷം അല്ലേ തിരുമ്പി നല്ലോണം കുതിർത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തൊണ്ടെടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ ദോശപ്പൊടി നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ദോശയുടെ കൂട്ടാണ് കേട്ടോ ദോശപ്പൊടി അല്ലേ. നമുക്ക് സാമ്പാർ മേടിക്കാൻ ഇപ്പോൾ കടയില്ല. ഇപ്പോൾ ലോക്ക്ഡൗൺ സമയമാണ്. നമുക്ക് ഈ പറഞ്ഞ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും മുളകും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ദോശപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി പെട്ടെന്ന് കഴിയും. അപ്പോൾ ഇനി ഇതൊന്ന് റിവ്യൂ ചെയ്യണം. വയല് വെള്ളം തന്നെ ഇത് കഴിക്കാനായിട്ട്. കാരണം എന്ന് വെച്ചാൽ ഉഴുന്നിൻ്റെ തൊലി കൊണ്ടുണ്ടാക്കിയ ദോശ കഴിച്ചിട്ട് ഏകദേശം ഒരു 2 വർഷത്തിന് മേലെയായി അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ഇത് കഴിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ദോശപ്പൊടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടോ. ഇത് നമുക്ക് ദോശപ്പൊടി എണ്ണ ഒഴിക്കാണ്ട് വേണമെങ്കിൽ മുക്കി കഴിക്കാം അല്ലേ. അത് ആവശ്യക്കാർക്ക് അങ്ങനെ കഴിക്കാന്ന് അല്ലേ. എണ്ണയില്ലാണ്ട് നമുക്കിത് കഴിക്കാൻ വേണ്ടി പറ്റും. എണ്ണ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പം ഞാനിതൊന്ന് കഴിച്ചിട്ട് റിവ്യൂ പറയാം. നമ്മുടെ ദോശക്കില്ലേ നല്ല സുഗന്ധമാണ് കേട്ടോ. നല്ല ടേസ്റ്റ്, നല്ല ചൂടോടെ കഴിക്കണുണ്ട്. എന്നാലും ഇതിൻ്റെ ടേസ്റ്റ്. അതിൽ നല്ലോണം വെള്ളം വരുന്നുണ്ട്. കപ്പൽ ഓടുന്നുണ്ട്. കപ്പൽ ഓടാനുള്ള വെള്ളം വരുന്നുണ്ട്. കഴിച്ചു നോക്കാം. നമ്മൾ കുരുമുളക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല കുരുമുളക് ആഡ് ചെയ്യുമ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. വേണ്ട, എനിക്ക് ഊണ് കഴിക്കണം. അത് നമ്മൾ രാത്രി ഊണ് കഴിക്കാറുണ്ട്. കുറച്ച് റൈസ് കഴിക്കണം. ഇപ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ചേട്ടനും കൂടി വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ചേട്ടൻ ഇത്രയും നാൾ ഹരിദ്വാറായിരുന്നു. അപ്പോൾ ചേട്ടൻ വന്നതിന് ശേഷം വേണം എനിക്കിനി കറങ്ങാൻ വേണ്ടി പോകാനായിട്ട്. ഞാൻ ആദ്യം ട്രാവൽ ബ്ലോഗിങ് ആണ് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ നമ്മുടെ ലോക്ക്ഡൗൺ ആയി കഴിഞ്ഞപ്പോൾ അമ്മയും വെറുതെ വീട്ടിലിരിക്കുന്നു, അച്ഛനും വെറുതെ ഇരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഫുഡ് റെസിപ്പി സ്റ്റാർട്ട് ചെയ്തത്. അതിപ്പോൾ നല്ല റെസ്പോൺസാണ് ആൾക്കാരുടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ചേട്ടൻ ഹരിദ്വാറിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. 2-3 മാസമായി പുള്ളി അവിടെ ആയിരുന്നു. എനിക്കൊന്ന് ട്രാവൽ ചെയ്യാൻ പോകണമെന്നുണ്ട്. അപ്പോൾ ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തീമായിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്യാൻ വേണ്ടി പോണത്. പ്ലാൻ ചെയ്യണം കേട്ടോ, കൺഫേം ആയിട്ടില്ല. അപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്യും അല്ലേ ഫുഡ് ബ്ലോഗ്. നമ്മുടെ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കത് പ്ലാൻ ചെയ്യാൻ കേട്ടോ. ഇപ്പോഴൊന്നും കൺഫേം ആയിട്ടില്ല. അപ്പോൾ ഇന്ന് ഫിനിഷ് ചെയ്യാം. ദോശ എരിവ് അടിപൊളി, നല്ല അടിപൊളി. ദോശയിൽ നമ്മൾ കുരുമുളക് കൂടി ഇട്ടുകൊണ്ട് പൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ഈ ദോശപ്പൊടിയില്ലേ, ദോശപ്പൊടി വെറുതെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമോ. നല്ല ടേസ്റ്റാണ് ഇത്. ഏത് ദോശയുടെ കൂടെയും കഴിക്കാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ കൂടെയുള്ള സൈഡ് ഡിഷ് അല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏത് ദോശയുടെ കൂടെയും കഴിക്കാവുന്ന ദോശപ്പൊടിയാണിത്. നമ്മൾ ദോശ കൂടുതൽ കഴിച്ചില്ലെങ്കിൽ നമ്മൾ ഇത് കൂടുതൽ കഴിക്കുമായിരുന്നു ചെറുപ്പത്തിൽ. ചോറിന്റെ കൂടെ ഇട്ട് കഴിക്കും. അത് ഈ പറഞ്ഞ ആന്ധ്രയിലല്ലേ. ഇവിടെയും കഴിക്കും. ദോശ പൊളി ടേസ്റ്റ് ആണ്. അതേപോലെ ദോശപ്പൊടിയും പൊളി ടേസ്റ്റ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യുക അല്ലേ. നല്ല കിടിലൻ ഹെൽത്തി ഡിഷും കൂടിയാണ് കേട്ടോ. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ കൂട്ടുകാരുടെ അടുത്ത് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ ബൈ.